നമസ്കാരം. ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വീണ്ടും ജലരാഷ്ട്രീയത്തിൻ്റെ പേരിൽ ചർച്ചയാവുകയാണ്. ചെനാബ് നദിയിൽ ഇന്ത്യ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്വൽക്കോട്ട് ജലവൈദ്യുത പദ്ധതിയെക്കുറിച്ചുള്ള ഔദ്യോഗികമായ വിവരങ്ങൾ തേടിക്കൊണ്ട് പാകിസ്ഥാൻ ഈ ആഴ്ച ഇന്ത്യക്ക് കത്തയച്ചതാണ് പുതിയ സംഭവവികാസം. 1960 സിന്ധു നദീജല കരാറിൻ്റെ ലംഘനമാണ് ഇന്ത്യയുടെ പുതിയ നീക്കങ്ങളെന്ന് പാകിസ്ഥാൻ ആരോപിക്കുമ്പോൾ ഭീകരവാദം പാകിസ്ഥാൻ അവസാനിപ്പിക്കാതെ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് നരേന്ദ്രമോദി സർക്കാർ. ജമ്മു കശ്മീരിലെ റംബാൻ ജില്ലയിൽ ചെനാബ് നദിക്ക് കുറുകെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന 1856 മെഗാവാട്ട് ശേഷിയുള്ള അതിബൃഹത്തായ പദ്ധതിയാണ് സ്വൽക്കോട്ട്. ഏകദേശം 5129 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി ജമ്മു കശ്മീരിലെ ഏറ്റവും വലിയ ജലവൈദ്യുത നിലയങ്ങളിൽ ഒന്നായി മാറും. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ പാകിസ്ഥാൻ ഇതേ വിഷയത്തിൽ ഇന്ത്യക്ക് കത്തയച്ചിരുന്നു എങ്കിലും ഫെബ്രുവരി 11 വീണ്ടും കത്തയച്ചത് പാകിസ്ഥാൻ്റെ വർദ്ധിച്ചു വരുന്ന ആശങ്കയെയാണ് കാണിക്കുന്നത്. ചെനാബ് നദിയിലെ ജലപ്രവാഹം ഇന്ത്യ നിയന്ത്രിക്കുന്നത് തങ്ങളുടെ കൃഷിയെയും വൈദ്യുതി ഉൽപ്പാദനത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു. പ്രത്യേകിച്ചും നദിയുടെ ഒഴുക്ക് നിയന്ത്രിക്കുവാൻ ഇന്ത്യക്ക് സാധിക്കുന്ന തരത്തിലുള്ള റൺ ഓഫ് ദി റിവർ പദ്ധതികൾ പാകിസ്ഥാനിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. സിന്ധു നദീജല കരാർ പ്രകാരം പടിഞ്ഞാറൻ നദികളായ സിന്ധു, ഝലം, ചെനാബ് എന്നിവയുടെ നിയന്ത്രണം പാകിസ്ഥാനാണ് എങ്കിലും ഈ നദികളിൽ ജലവൈദ്യുത പദ്ധതികൾ നിർമ്മിക്കാനുള്ള പരിമിതമായ അവകാശം ഇന്ത്യക്കുണ്ട്. എന്നാൽ 2025 ഏപ്രിലിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ ഇന്ത്യ കർശനമായ മാറ്റങ്ങൾ വരുത്തി. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ്റെ നിലപാടിനുള്ള മറുപടിയായി സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ഭീകരവാദം തുടരുന്ന സാഹചര്യത്തിൽ ജലപങ്കാളിത്തം സംബന്ധിച്ച ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്ന് ഇന്ത്യ ആവർത്തിച്ചു വ്യക്തമാക്കുന്നു. സ്വൽക്കോട്ട് പദ്ധതി കൂടാതെ പക്കൽദുൽ, കിരു, ക്വാർ, റാറ്റ്ല തുടങ്ങിയ പ്രധാന പദ്ധതികളും അതിവേഗത്തിൽ ചെനാബ് തടത്തിൽ പൂർത്തിയാക്കുവാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. 2026 ഡിസംബറോടെ പക്കൽദുൽ പദ്ധതി കമ്മീഷൻ ചെയ്യാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ മേഖലയിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കപ്പെടുമെന്നത് മാത്രമല്ല, ജലപ്രവാഹത്തിന് മേൽ ഇന്ത്യക്ക് തന്ത്രപരമായ മേൽക്കൈ ലഭിക്കുകയും ചെയ്യും. അന്താരാഷ്ട്ര തർക്ക പരിഹാര കോടതികളിലൂടെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുവാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇത്തരം ബാഹ്യ ഇടപെടലുകളെ ഇന്ത്യ തള്ളിക്കളയുകയാണ്. ചുരുക്കത്തിൽ സ്വൽക്കോട്ട് പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടിക്കൊണ്ടുള്ള പാകിസ്ഥാൻ്റെ കത്ത് കേവലം സാങ്കേതികമായ ഒന്നല്ല, മറിച്ച് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിലെ മാറുന്ന സമവാക്യങ്ങളുടെ സൂചനയാണ്. ജലത്തെ ഒരു നയതന്ത്ര ആയുധമായി ഉപയോഗിക്കുവാനുള്ള ഇന്ത്യയുടെ നീക്കം പാകിസ്ഥാനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. ഭീകരവാദം അവസാനിപ്പിക്കാത്ത കാലത്തോളം ഇന്ത്യയിൽ നിന്നുള്ള സഹകരണം പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന സന്ദേശം ഈ നീക്കങ്ങളിലൂടെ ലോകത്തിന് മുൻപിൽ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.